ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് മുഴുവനും ശ്രുതി തിരിച്ചറിയുകയാണ്. കാരണം ഭാമയോട് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് ഏതെങ്കിലും ഒരു പൂജാരിയെ പോയി കാണാം, അല്ലെങ്കിൽ വേണ്ട, നീ പറഞ്ഞ ആ പൂജാരിയില്ലേ, ആ പൂജാരിയെ തന്നെ പോയി കാണണം. എന്നിട്ട് പൂജാരിയുടെ കയ്യിൽ നിന്ന് മന്ത്രങ്ങൾ ജപിച്ച് ആ ഒരു ചരട് മേടിക്കണം. എന്നിട്ട് ചരട് എൻ്റെ ശ്രുതിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളും ശ്രുതിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചോളും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിന്തിക്കണം, ദുഷ്ടത്തി കണ്ടില്ലേ, മനസ്സിലിരിപ്പ് കണ്ടില്ലേ, എന്നെ ഒഴിവാക്കാനുള്ള തന്ത്രപ്പാടുകൾ മുഴുവനാണ് ചെയ്തു കൂട്ടുന്നത്, ഇത് ഞാനിങ്ങനെ വെച്ച് പൊറപ്പിക്കില്ല എന്നും പറയാം. അപ്പോഴേക്കും ഭാമ പറയണം, നമുക്ക് ഇപ്പം തന്നെ പോകണം, നമുക്ക് നാളെ പോയാൽ പോരെ. പറ്റില്ല, ഇപ്പം തന്നെ പോകണം. അതെ, ശ്രുതി ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പാടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തന്നെ പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു വാശിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണെങ്കിൽ, ഭാമ പറയുക, ഞാനെന്നാൽ പോയി ഒന്ന് സാരി ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും, ഈ സാരിക്ക് എന്താ കുഴപ്പം, ഈ സാരിയൊക്കെ മതി, ഇനിയിപ്പോൾ ഈ സാരി മാറ്റി വരാനുള്ള സമയമൊന്നുമില്ല, എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്ത വാശിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. താക്കോൽ എവിടെ, താക്കോൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് പൂട്ടിയിട്ട് പോകണമെന്ന് പറയാം. അപ്പോൾ താക്കോൽ ദേ ആ വാതിൽ തന്നെയുണ്ട്, എങ്കിൽ വാ, നീ ഇങ്ങ് ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ വീടിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ശ്രുതിയെ മറന്നുകൊണ്ട് തന്നെയാണ് ഭാമ ആ ഡോറ് അടച്ചിട്ട് ഒറ്റ പോക്കാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇവർ വാതിലടച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നേരെ ആ വാതിലിൻ്റെ അരികിലേക്ക് വരികയാണ്. വാതിൽ തുറക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വാതിൽ തുറക്കാനും പറ്റുന്നില്ല, വാതിൽ അടച്ചു പൂട്ടി ബന്ധുസായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ദൈവമേ, ഞാനിനി അങ്ങനെ പുറത്തിറങ്ങും, എന്നാലും ആ തള്ളയുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ, ആ തള്ളയ്ക്ക് എന്ത് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഓട്ടോറിക്ഷ പിടിച്ച് ആ ഒരു സോമിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുക. അപ്പോൾ സോമിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭാമയ്ക്ക് ഭയങ്കര പേടിയാണ്. ഭാമ പറയുവാണ്, അടി ഞാൻ ഏതായാലും വരുന്നില്ല ചന്ദ്ര, നീ പോയി സോമിനെ കണ്ടോ, ഞാൻ ഏതായാലും വീട്ടിലേക്ക് പോവുകയാണേ. അതെന്താ വീട്ടിലേക്ക് പോകുന്നത്, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നല്ലേ പറഞ്ഞത്, പിന്നെ വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്താ? അതെ, എന്നെ അർജൻറ്റായിട്ട് ഒരാൾ കാണാൻ വേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് തിരിച്ച് ചെന്നേ മതിയാവുള്ളൂ, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറയുകയാണ്. ഒരിക്കലും ഇല്ല, ഞാൻ പോകുകയൊന്നുമില്ല, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് പൂജാരിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പൂജാരിയെ കണ്ടിട്ടേ നമ്മൾ മടങ്ങുള്ളൂ, അതിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ ഇവിടെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാമയാണെങ്കിൽ, എന്തിനാ ചന്ദ്രൻ ഞാൻ വരുന്നത്, നിനക്ക് അപ്പോൾ ചരട് ജപിച്ച് കിട്ടിയാൽ പോരാ, ചരട് കിട്ടുമല്ലോ, ഞാൻ വീട്ടിലേക്ക് പോട്ടെ, നീ ഇങ്ങ് വന്നേ, നീ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് ഭാമയെ വിളിച്ചുകൊണ്ട് ചന്ദ്ര നേരെ ആ ഒരു പൂജാരിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ പൂജാരിയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ദേ തപസ് ചെയ്യുക. ആ തപസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ ചന്ദ്ര പറയാം, ഇയാൾ കിടന്ന് ഉറങ്ങുകയാണോ, ഇതെന്താ ഇയാൾക്ക് കിടന്നുറങ്ങാൻ പാടില്ലേ, ഇയാളെന്തിനാ കിടന്ന് ഇരുന്നുറങ്ങുന്നത്, അതിൻ്റെ വല്ല കാര്യമുണ്ടോ, പക്ഷേ ഇതെന്തൊരു കഷ്ടം, എടി ചന്ദ്രയോ അയാളത് പൂജിക്കുകയാണ്, അതൊന്നും മിണ്ടാതിരിക്കാവോ എന്നൊക്കെ ഭാമയും പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വാമിയാർ കണ്ണ് തുറക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സ്വാമിയാരെ, അതെ എനിക്കൊരു ചരട് വേണമെന്നോ, എന്ത് ചരട്, അല്ല എൻ്റെ മകനെയും മരുമകളെയും വേർപിരിക്കണം, അതിന് വേണ്ടിയുള്ള ചരട് വേണം, നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ച് പറ, അവരെന്തിനാണ് വേർപിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അവൾ മഹാകള്ളിയാണ്, അവൾ ഞങ്ങളോട് എന്തോരം കള്ളം പറഞ്ഞാണ് അവിടെ ജീവിച്ചതെന്നറിയാവോ, അവളെ വിശ്വസിക്കാനായിട്ട് പാടില്ല, അവൾ എന്നോട് ഒരുപാട് കള്ളങ്ങളും പറഞ്ഞു, എന്നിട്ടും ഞാൻ അവളോട് ക്ഷമിച്ചു, വീണ്ടും നട്ടാ കുരുക്കാതെ കള്ളം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെ ഞാൻ അടിച്ച് പുറത്താക്കി, ഇപ്പം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒഴിഞ്ഞു പോകുന്നില്ല സ്വാമി, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ച് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഞാൻ ഒപ്പിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചരട് എടുത്തിട്ട് ഈ സ്വാമിയാർ പൂജിക്കുക. അങ്ങനെ പൂജിച്ച് ഇത് ഈ ചരട് അങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതെ, ഈ ചരടേ മകൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം, അതായത് തോളിൻ്റെ ഭാഗത്തായിട്ട് കെട്ടിക്കൊടുക്കണം. അങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മകൻ്റെ ഭാര്യയെ ശരിക്കും വെറുത്തോളും, പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് രണ്ടായി പിരിഞ്ഞോളൂ എന്ന് പറയണം. ഈ സ്വാമിയാരെ വളരെയേറെ നന്ദിയുണ്ട് സ്വാമിയാരെ, സ്വാമിയാരെ അപ്പോൾ ഫീസ് വേണ്ട, ഫീസ് മേടിക്കാതെയുള്ള ഒരു പരിപാടിയില്ല, ഫീസ് എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ എന്നവിടെ സംസാരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്വാമിയാരാണെങ്കിൽ ഇല്ല, ഈ ചന്ദ്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ എത്ര ബന്ധങ്ങളാണ് നശിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ, അങ്ങനെയാണെങ്കിൽ സ്വാമിയാരെ രണ്ടുപേരെയും കൂടി ഞങ്ങൾക്ക് പിരിക്കാനുണ്ട്, അതെന്താണെന്നറിയാവോ, എൻ്റെ ഇളയ മകനും ഇതേപോലൊരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചിരിക്കണേ, അവളും എൻ്റെ ഇളയ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം, അതിനു വേണ്ടി ഞാൻ പിന്നീട് വരാം, നിങ്ങളെന്നാൽ പോയിട്ട് പിന്നീട് വരൂ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നവിടെ പറയാം.
അപ്പോൾ ഈ ഭാമ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സീനാണ് ഈ സ്വാമിയാർ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സ്വാമിയാർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ, നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഭയങ്കര നിങ്ങൾ ഏതോ ഒരു സങ്കടം ഇങ്ങനെ അലട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോഴേക്കും ചന്ദ്രയും ഭാമയെ തന്നെ നോക്കണം. ഭാമ പറയണേ ഒന്നുമില്ല സ്വാമിയാരെ, എനിക്കങ്ങനെ ഒരു സങ്കടവും ഇല്ല. അപ്പോൾ ഭാമ മുഴുവനും മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ എൻ്റെ വീട്ടിൽ കയറി അവൾ വല്ല ആത്മഹത്യ ചെയ്യുമോ, അവളെ ആണെങ്കിൽ ഞാൻ പൂട്ടിയിട്ടാണോ വന്നിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പണി പാളുമല്ലോ. ചന്ദ്ര പറയുന്നത് മുഴുവനും അവൾ കേട്ടിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെ. അതുകൊണ്ട് അവൾക്ക് മനം നൊന്ത് അവൾ വല്ല ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങുമല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ശരി സ്വാമിയായിരുന്നു, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിറങ്ങാം. അപ്പോഴേക്കും പാമ്പ പറയണേ, നീ എൻ്റെ വീട്ടിൽ പോയിക്കോ, ഞാനേ ഏതായാലും എൻ്റെ വീട്ടിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ കാണാമെന്ന ഗസ്റ്റുകൾ പോകും, അവർ പോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനും പാടില്ല, എനിക്ക് അവിടെ ചെന്നിട്ട് വേണം അവരെ ഫോൺ ചെയ്യാനായിട്ട്. എങ്കിൽ പിന്നെ നീ പോയിക്കോ, ഇപ്പോൾ കാര്യം സാധിച്ചല്ലോ, അതുകൊണ്ട് ഇനി നീ പോകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ചന്ദ്രയും പറയണം. അങ്ങനെ ഭാമയാണെങ്കിൽ ഭയങ്കര വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഈ ചരടും കൊണ്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം, എങ്ങനെയെങ്കിലും ശ്രുതിയൊക്കെ ഉള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷയ്ക്ക് എന്തൊരു ഓക്കാനം പോലെ തോന്നുകയാണ്. അപ്പോൾ ഓക്കാനം പോലെ തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും വർഷ ഉടനെ തന്നെ അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോയി ഛർദ്ദിക്കുക. അപ്പോൾ അയ്യോ എന്ത് പറ്റി വർഷയ്ക്ക്, എന്ത് പറ്റിയെന്നാവും. അപ്പോൾ രേവതിക്കൊരു സംശയം, ഇനി വർഷ അങ്ങനെ ഗർഭിണിയാണോ. അപ്പോൾ ഈ രേവതിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അപ്പോൾ രവി പറയാണ്, ചിലപ്പോൾ വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല ഫുഡ്, അതിനച്ഛാ അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയില്ലല്ലോ, അതിനു മുമ്പ് തന്നെ അല്ലേ ഈ ഓക്കാനം. അത് ശരിയാണല്ലോ മോളെ, അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയില്ലല്ലോ, പിന്നെ ഇതെന്ത് പറ്റി. അപ്പോൾ ശ്രീകാന്തിന് ഒരു സംശയം. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ദൈവമേ ഇന്നലെ ഇതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ ഇനി അവൾ ഗർഭിണിയായോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്ത് വർഷ ഛർദ്ദിക്കുന്ന അടുത്തേക്ക് ഓടി ചെന്നിട്ട്, അയ്യോ വർഷ എന്ത് പറ്റി വർഷ എന്ന് പറഞ്ഞുകൊണ്ട് മുതുക് തടയി കൊടുക്കുകയാണ്. അപ്പോൾ മുതുക് തടയി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വർഷ എന്ത് പറ്റി, എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഫുഡ് പോയ്സൺ ആയിരിക്കും, അതിന് വർഷ നീ ഇന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയില്ല. അല്ല ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ചല്ലോ, അതിൻ്റെ ഫുഡ് പോയ്സൺ ഏറ്റതായിരിക്കും എന്ന് വർഷ പറയാം. അപ്പോഴേക്കും രവി പറയണം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നല്ലേ മനസ്സിലാവുള്ളൂ. അയ്യോ അങ്കിൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക്, ഹോസ്പിറ്റലിൽ പോയി എന്താണെന്ന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അതിന് ശേഷം ബാക്കിയുള്ളത് തീരുമാനിച്ചാൽ മതി. ചില ശ്രീകാന്തേ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനെ ശ്രീകാന്ത് വർഷയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ വർഷയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും യൂറിൻ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്തിനാ ശ്രീകാന്തെ ഒന്ന് ഛർദ്ദിച്ചാൽ ഈ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്, ഇനി വല്ല കുഴപ്പമോ, എനിക്കൊരു കുഴപ്പമോ ഇല്ലെന്ന് എന്നൊക്കെ പറയാം. എന്നാലും ഡോക്ടർമാരല്ലേ, അവരൊന്ന് പരിശോധിച്ചോട്ടെ, ഇനി ബ്ലഡിൽ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അപ്പോൾ നമുക്കത് അറിയാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ഇറങ്ങി. അപ്പോൾ സിസ്റ്റർ ഇറങ്ങി വന്നിട്ട്, അതെ നിങ്ങളുടെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കൊടുത്തതല്ലേ, അന്നതേ ഡോക്ടർ വിളിക്കുന്നുണ്ട്, വർഷയാണ് വിളിക്കുന്നതെന്ന് പറയുക. അങ്ങനെ വർഷയുടെ അടുത്തേക്ക് വർഷ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുക. ഡോക്ടറെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വർഷേ നിങ്ങളിരിക്കുക, എനിക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഡോക്ടറെ, എന്തൊരു പ്രശ്നമുണ്ടോ ഡോക്ടറെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കൊരു പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ്, അതെന്താണ് ഡോക്ടർ ആ സന്തോഷ വാർത്ത. അപ്പോൾ വർഷക്ക് അതിലേറെ ടെൻഷനാണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ കുതിച്ചുയർന്ന് കയറി വരികയാണല്ലോ. അപ്പോഴേക്കും എങ്കിൽ നിങ്ങളെ ഹസ്ബൻഡിനെ കൂടി വിളിക്കാം, നിങ്ങൾ രണ്ടുപേരോടും കൂടി സന്തോഷ വാർത്ത പറയാമെന്ന് പറയാം. വേണ്ട, ആദ്യം എന്നോട് പറ, ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞോളാം. എങ്കിൽ ശരി നിങ്ങളോട് പറയാം. അതെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളൊരു അമ്മയാകാനായിട്ട് പോവുകയാണെന്നും പറയാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും വർഷം ഞെട്ടിപ്പോവും. അപ്പോൾ വർഷം ഞെട്ടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ ഡോക്ടർ പറഞ്ഞത്, അതെ എന്താ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയണ്ടേ, അയ്യോ അതൊരു സർപ്രൈസായിട്ട് ഇരുന്നോട്ടെ, ഞാൻ തന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞോളാം. നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു ടെൻഷന്, ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ വേണ്ടത്, നിങ്ങൾക്ക് എന്നാ ടെൻഷൻ. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഡോക്ടറെ, ഞാനെന്നാൽ ഹസ്ബൻഡിനോട് പോയി പറഞ്ഞോളാം. ശരി വർഷേ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ വർഷ നേരെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷേ ഡോക്ടർ എന്ത് പറഞ്ഞു, ഫുഡ് പോയ്സൺ തന്നെയാണെന്നാണോ പറഞ്ഞത്. അതെ ശ്രീകാന്തേ എനിക്ക് ഫുഡ് പോയ്സണാ, വേറൊരു കുഴപ്പമില്ല. ഫുഡ് പോയ്സൺ ആയിരുന്നല്ലേ, ചുമ്മാ വെറുതെ ആഗ്രഹിച്ചു. അങ്ങനെ വർഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, ദൈവമേ ഇനി പ്രസവത്തോടെ എടുക്കാൻ നേരത്തെ എന്തായിരിക്കും സ്ഥിതി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അയ്യോ
വർഷേ നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഒന്നുമില്ല, എന്നാലും എനിക്ക് ഫുഡ് പോയ്സൺ വന്നല്ലോ എന്ന് ആലോചിച്ച് ഞാനാകെ ടെൻഷനായതാ, വേറൊരു പ്രശ്നവും ഇല്ല എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോഴേക്കും വാ, എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ശ്രീകാന്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തേ എന്തായി കാര്യങ്ങളെല്ലാം? അത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഫുഡ് പോയ്സൺ ആയിരുന്നു വെച്ചാ. കഷ്ടമായി പോയല്ലോ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വർഷം പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം നേരെ അകത്തേക്കും കയറി പോവുകയാണ്. അപ്പോൾ രേവതിക്കാണെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടം. രേവതി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നേച്ച ഒരു കാര്യമായിരുന്നു വർഷ ഗർഭിണിയാവണേ എന്നുള്ളൊരു പ്രാർത്ഥന. പക്ഷെ അത് നടന്നില്ല. പക്ഷേ റൂമിൽ പോയിരുന്ന നമ്മുടെ വർഷയാണെങ്കിൽ ചിന്തിക്കണം, ഇല്ല എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഈ സത്യം ഒരിക്കലും ശ്രീകാന്ത് വീട്ടിലുള്ളവരാരും അറിയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ എനിക്കിട്ട് പണി തന്നെടാ, ദുഷ്ടാന്ന്, എന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്ന് വർഷയും പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു, സീ യു, ബൈ.